അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വ്രതശുദ്ധിയുടെ 30 ദിനരാത്രങ്ങൾ പൂർത്തിയാക്കി മുസ്ലിം സമൂഹം ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. ചെറിയ പെരുന്നാൾ ദിനം പ്രാർത്ഥനാഭരിതമാക്കുവാൻ സംസ്ഥാനത്ത് ഈദ്ഗാഹുകളിലും പള്ളികളിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത്. തിരുവനന്തപുരം പാളയം പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് പാളയം ഇമാം VP സുഹൈബ് മൗലവി നേതൃത്വം നൽകി. ബീഫിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ ഈ രാജ്യത്ത് അവസാനിപ്പിച്ചേ പറ്റൂ. ബീഫ് രാഷ്ട്രീയത്തിന്റെ പിന്നിലുള്ള അജണ്ട നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ബീഫ് രാഷ്ട്രീയത്തെ കേവലം ഭക്ഷണ സ്വാതന്ത്ര്യത്തിന്റെ വിഷയമായിട്ട് മാത്രം എടുക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. കൊച്ചിയിലും വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നമസ്കാരം നടന്നു. പുല്ലേപ്പടി സലഫി മസ്ജിദിൽ ഇമാം സലാഹുദ്ദീൻ മദനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് ഈദ്ഗാഹുകൾ ഉണ്ടായിരുന്നില്ല. ഫിദൽ സക്കാത്ത് വിതരണം ഇന്നലെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. വിവിധ പള്ളികളിൽ പണ്ഡിതർ പെരുന്നാൾ സന്ദേശം നൽകി. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ഹിന്ദിയിലും സന്ദേശമുണ്ടായിരുന്നു. നമസ്കാരശേഷം ബന്ധുവീടുകൾ സന്ദർശിച്ചും സൗഹൃദങ്ങൾ പുതുക്കിയും ഈദുൽ ഫിത്തർ ആഘോഷം തുടരും. വിവിധ ബ്യൂറോകൾക്കൊപ്പം മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.